മനോദരി ശിവപ്രസാദത്താൽ മസൂരിമാലയായി. അനന്തരം ദേവി ഭൂമിയിലേക്ക് തിരിച്ചു. അപ്പോൾ മാർഗമധ്യേ ഭദ്രകാളി നിൽക്കുന്നത് മനോദരി കണ്ടു. പെട്ടെന്ന് മനോദരിയുടെ ഹൃദയം പ്രതികാര ചിന്തയാൽ നിറഞ്ഞു. തൻ്റെ പ്രാണപ്രിയനായ പതിയെ വധിച്ചവൾ, അദ്ദേഹത്തിൻ്റെ ചൂടുചോരയിൽ ദാഹശമനം നടത്തിയവൾ അവളോട് പൊറുക്കണമെന്നോ? അടുത്ത ക്ഷണം മസൂരിമാല താൻ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന വിയർപ്പുതുള്ളികൾ ചിലതെടുത്ത് ഭദ്രകാളിയുടെ നേർക്കെറിഞ്ഞു. അസഹ്യമായ വേദനയിലും നീറ്റലിലും ഭദ്രകാളി പിളഞ്ഞു പോയി. രോഗത്തിൻ്റെ ശീക്ഷണത്താൽ ദേവി അസ്ത്രപ്രജ്ഞയായി നിലംപതിച്ചു. ഈ ഘട്ടത്തിൽ നാരദൻ കൈലാസത്തിൽ വന്നു ചേർന്നു. തൻ്റെ ആഗമന ഉപദേശം അന്വേഷിച്ച പരമേശ്വരനോട് നാരദൻ ഇപ്രകാരം പറഞ്ഞു: വിശേഷങ്ങളായി എന്താണില്ലാത്തത്? ആവിധമുള്ള പ്രവൃത്തികളല്ലേ നിത്യവും കാണുന്നത്? പിതാവ് വരം നൽകുന്നു, സന്താനങ്ങൾ പീഡ അനുഭവിക്കുന്നു, അതിൽ പരം മറ്റെന്ത് വർത്താനം എന്താണുള്ളത്? പരമേശ്വരൻ അമ്പരന്നുപോയി. അദ്ദേഹം ചോദിച്ചു: നാരദരെ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അങ്ങ് മറ്റെന്തോ ഉദ്ദേശിക്കുന്നുവല്ലോ, എന്താണത്? ഇവിടെ വരം നൽകിയ പിതാവാരെ, പീഡ അനുഭവിക്കുന്ന സന്താനമേതോ? നാരദൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അരുളി ചെയ്തു: പരമേശ്വര, അങ്ങ് സംയമനത്തോടെ കേട്ടുകൊള്ളുക. അങ്ങയുടെ പുത്രിയല്ലേ ഭദ്രകാളി? അവൾ ഇന്ന് മസൂരി രോഗത്താൽ പീഡിതയാണ്. ഭദ്രകാളിയെ രോഗിണിയാക്കിയതാകട്ടെ മനോദരി. ഇനി പറയൂ, ഞാൻ അറിയിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പരമേശ്വരൻ ഒന്നും മറുപടി പറഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ക്രോധത്താൽ ചുവന്നു തീർത്തു. തൊട്ടടുത്ത നിമിഷം ഭഗവാന്റെ കർണങ്ങളിൽ നിന്നും അതിഭയങ്കരനായ ഒരു പുരുഷൻ പുറത്തു ചാടി. അവൻ്റെ ഭീകര ശരീരം ദർശിച്ച നാരദൻ പോലും നടുങ്ങിപ്പോയി. പിതാവേ, ഞാൻ ആരാണ്? എൻ്റെ കർമ്മം എന്താണ്? അവൻ പരമേശ്വരൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആരാന്. അവൻ്റെ വിനയത്തിൽ സംപ്രീതനായ കൈലാസനാഥൻ കൽപ്പിച്ചു: അല്ലയോ പുരുഷ, നീയാണ് ഖണ്ഡാകർണൻ. നിന്റെ സോദരിയായ ഭദ്രകാളിയുടെ മസൂരിബാധ ഒഴിവാക്കുകയാണ് നിന്റെ കർത്തവ്യം. ഉടനെ യാത്രയാകുക. ഖണ്ഡാകർണൻ പരമേശ്വരനെ വന്ദിച്ച ശേഷം ഭദ്രകാളിയുടെ സമീപത്തേക്ക് പാഞ്ഞു. രോഗത്താൽ അവശയായ ദേവിയുടെ പാതൽ മുതൽ ഖണ്ഡാകർണൻ നക്കിത്തുടങ്ങി. അതോടെ മസൂരിക്കുരുകൾ ഭദ്രകാളിയുടെ ശരീരത്തിൽ നിന്നും വിട്ടുമാറുവാൻ തുടങ്ങി. ഖണ്ഡാകർണൻ ഭദ്രകാളിയുടെ ശരീരം മുഴുവൻ നക്കിയ ശേഷം ദേവിയുടെ മുഖത്തോടടുത്തു. ആ സമയം പരമശിവൻ പ്രത്യക്ഷനായി അവനെ തടഞ്ഞു. അരുത് പുത്ര, അരുത്. ഖണ്ഡാകർണൻ ആശ്ചര്യപ്പെട്ടുപോയി. അദ്ദേഹം ഭഗവാനോട് ചോദിച്ചു: ദേവേശ്വര, ഭദ്രകാളിയുടെ മസൂരിബാധ നീക്കം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചത് അങ്ങാണ്. ഇപ്പോൾ അത് തടയുന്നതിൻ്റെ സാങ്കേതം എന്താണ്? പറയാം മകനെ. ശിവൻ ശാന്തരൂപത്തിൽ വിശദമാക്കി. ഭദ്രകാളി എൻ്റെ മകളാണ്. ആ നിലയ്ക്ക് തൻ്റെ സോദരിയാണ് ഭദ്രകാളി. സോദരനൊരിക്കലും സോദരിയുടെ മുഖത്ത് മുഖം ചേർക്കുവാൻ പാടുള്ളതല്ല. അത് പാപമാണ്. ഖണ്ഡാകർണൻ അപരാധബോധത്തോടെ ശിരസ് കുനിച്ചു. അപ്പോഴേക്കും ഭദ്രകാളിക്ക് ഏറെക്കുറെ രോഗം ഭേദമായി കഴിയുന്നു. ഭദ്രകാളി ജിജ്ഞാസുവുമായി: പിതാവേ, എനിക്ക് പൂർണ്ണമായി രോഗമുക്തി ഉണ്ടാവുകയില്ലെന്നാണോ? മസൂരി വ്രണങ്ങളാൽ എൻ്റെ മുഖം അനുഭവിക്കുന്ന കഷ്ടത അവിടുന്ന് കണ്ടാലും. പരമശിവൻ ഭദ്രകാളിയെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: മകളെ, അക്കാര്യത്തിൽ നീ ഇനി ദുഃഖിക്കേണ്ടതില്ല. നിന്റെ മുഖത്തെ മസൂരിക്കുരുകൾ ഉടൻ തന്നെ മാഞ്ഞു പോകുന്നതായിരിക്കും. മസൂരി രോഗം മറയാത്തതിനു ശേഷം അവശേഷിക്കുന്ന വടകുകൾ നിന്റെ മുഖത്തിന് അലങ്കാരമായി തീരുന്നതായിരിക്കും. അതോടെ ഭദ്രകാളിയുടെ മുഖത്തിൽ നിന്നും മസൂരിക്കുരുകൾ കൊഴിഞ്ഞു പോവുകയും വടുക്കൾ അവശേഷിക്കുകയും ചെയ്യും. അടുത്തത് രാവണന് ചന്ദ്രഹാസം എന്ന വാൾ ലഭിച്ച കഥയാണ്. തുടരും.